അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وجعلنا. ഇവിടെ ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹംസയിലേക്ക് മാറിപ്പോകരുത്. വജഅൽനാ, ന എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. അവിടെ രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. വജഅൽനാ നൗമകും. ഇവിടെ അവസാനത്തിൽ വന്നിട്ടുള്ള സുകൂനുള്ള മീം വ്യക്തമായി കേൾക്കണം. ഇവിടെ മണിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ അവസാനം സുബാതൻ എന്ന് താഇന് തൻവീൻ ബിൽ ഫത്ഹയാണ്. പക്ഷെ ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് താ എന്ന് താഇന് ഫത്ഹ അലിഫ് മദ്ദാക്കി മാറ്റിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. രണ്ട് ഹറക്കത്തിന്റെ ദൈർഘ്യം നൽകിക്കൊണ്ടാണ് ഇവിടെ വഖഫ് ചെയ്യേണ്ടത്. മദ് ഇവദാണ്. വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ ലൈല. വജഅൽനാ, ഇവിടെയും ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. വജഅൽനാ എന്ന് നൂനിന് ഫത്ഹ അലിഫ് മദ്ദാണ്. പക്ഷേ നമ്മൾ അവിടെ ചേർത്ത് ഓതുന്ന സമയത്ത് വജഅൽനൽ ലൈല എന്നാണ് ഓതുന്നത്. അതായത് ന എന്നുള്ളതിലെ അലിഫ് മദ് നഷ്ടപ്പെടുന്നു. വജഅൽന എന്നായി മാറുന്നു. ഇതിന്റെ കാരണം ഇൽത്തിഖാഉ സാക്കിനൈനാണ്. അതായത് രണ്ട് സുക്കൂനുകൾ അടുത്തു വരുമ്പോൾ അവിടെയുള്ള ദീർഘം നഷ്ടപ്പെടും. അതായത് ദീർഘാക്ഷരത്തിന് ശേഷം രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ അവിടെയുള്ള ദീർഘം നഷ്ടപ്പെടും. വജഅൽനൽ ലൈല ലിബാസൻ എന്ന് ഈ ആയത്തിന്റെ അവസാനം തൻവീൻ ബിൽ ഫത്ഹയാണ്. ഇവിടെ സ എന്ന് സീനിന് ഫത്ഹ അലിഫ് മദ് നൽകിക്കൊണ്ട് രണ്ട് ഹറക്കത്തിന്റെ ദൈർഘ്യം നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മദ് ഇവദാണ്. വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ. ഇവിടെയും വജഅൽന എന്നുള്ളതിലെ ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. വജഅൽന എന്നതിലെ ന എന്ന ദീർഘം അവിടെ ചേർത്തോതുന്ന സമയത്ത് നഷ്ടപ്പെടുന്നു. ഇൽത്തിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ അടുത്തു വരുന്ന അവസ്ഥ. ഈ അവസ്ഥ കാരണമാണ് അവിടെയുള്ള ദീർഘം നഷ്ടപ്പെടുന്നത്. വജഅൽനൻ നഹാറ, അവിടെ നൂൻ ശബ്ദോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൂനിനെ രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. രണ്ടാമതായി ആ വാക്കിൽ ശ്രദ്ധിക്കേണ്ടത് റ എന്ന അക്ഷരം മുഫഖമായ അക്ഷരമാണ്. അതായത് ഹെവി ലെറ്റർ ആണ്. സ്വരഭാരത്തോടു കൂടി പറയേണ്ട അക്ഷരമാണ്. ആ അക്ഷരത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. വജഅൽനൻ നഹാറ മആശാ മആശ. ഇവിടെയും ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെയും വഖഫ് ചെയ്തിട്ടുള്ളത് തൻവീൻ ബിൽ ഫത്ഹയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ തൻവീൻ ബിൽ ഫത്ഹ ഫത്ഹ അലിഫ് മദ്ദായി മാറുന്നു. മദ് ഇവദ് സംഭവിക്കുന്നു. ഷ എന്ന് രണ്ട് ഹറക്കത്ത് നീട്ടിക്കൊണ്ടാണ് ഇവിടെയും വഖഫ് ചെയ്യേണ്ടത്. വജഅൽനാ നൗമകും സുബാതാ وجعلنا الليل لباسا وجعلنا النهار معاشا. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാനും
അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തി കൈവരിക്കാനും നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر الدعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.